പ്രിയപ്പെട്ടവരെ, കാരണം പ്രകൃതി സ്വയം സംരക്ഷിക്കുന്ന ഒരു വലിയ പ്രവർത്തനത്തിൻ്റെ ഒരു ദൃശ്യമാണ്. കാരണം പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഞങ്ങൾ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ അപ്പോൾ ഈ മത്സരം ആരംഭിക്കാം അല്ലേ? ക്രൈറ്റീരിയ പറയുന്നു, ചക്ക ഉയർത്തി മുകളിലോട്ട് തലയ്ക്ക് ആ സമയം നോക്കിയിട്ട് ചക്ക താഴ്ത്തുമ്പോൾ സ്റ്റോപ്പ് പറയും. ആ സമയത്തിന് ഏറ്റവും കൂടുതൽ അപകടം സംഭവിച്ചാൽ സംഘാടക സമിതി ഉത്തരവാദിത്വമില്ല. അത് പ്രത്യേകം ഓർത്തോണം. രാവിലെ ചക്ക വീണ ആൾ ആശുപത്രിയിലായതൊക്കെ പത്രത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ സ്റ്റേജിൽ വെച്ച് ചക്ക വീണ ആൾ ആശുപത്രിയിലായ നമ്മുടെ സുഹൃത്തുക്കളാണ്. നമ്മുടെ കാറ്റ്സിൻ്റെ എപ്പോഴും വേണ്ട പ്രിയപ്പെട്ട ആളുകളാണ് രണ്ടുപേരും. അപ്പോൾ അവരൊന്ന് കൈയടിച്ച് പ്രോത്സാഹനമാണ് ഈ മത്സരം നടക്കുന്നത്. വേദിയിലുണ്ട്, പ്രിയപ്പെട്ടവരെല്ലാം വേദിയിലുണ്ട്. രണ്ടു വശത്ത് വന്നാൽ മതി കേട്ടോ. ഇച്ചിരി അകന്ന് നിന്നാൽ മതി. അവർ പൊക്കിയിട്ട് എന്തെങ്കിലും തടസ്സം വന്നാൽ മാത്രം. എന്തെങ്കിലും സംഭവിക്കും, എന്തെങ്കിലും സംഭവിക്കും. ഇല്ല, ദയനീയമായി പരാജയപ്പെട്ടു. ചക്കപ്പനയ്ക്ക് സമ്മാനം പോകുന്ന ലക്ഷണമുണ്ട്. ഏറ്റവും കൂടുതൽ ചക്ക ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശമാണ് ഉയർത്തിപ്പിടിച്ചാലേ സ്റ്റാർട്ട് പറയും. ഉയർത്തിപ്പിടിച്ചാലേ സ്റ്റാർട്ട് പറയും. സ്റ്റാർട്ട് പോയി പോയി. ഓക്കെ ഓക്കെ. അവിടെ മന്ത്രിയല്ല കേട്ടോ, മൂവാറ്റുപുഴ എന്നുള്ള ഷിപ്പൂരാണ്. ഇല്ല ഇല്ല, കുഴപ്പമില്ല. ഉരുട്ടിയിട്ട് പിടിക്കുക. മടിയൻ മല ചുമക്കുക എന്ന് പറയും, പക്ഷെ ഷിബു ചക്കയാണ് ചുമക്കുന്നത്. അദ്ദേഹം അതിൽ ദയനീയമായി പിന്തിരിഞ്ഞിരിക്കുന്നു. ഷിബു ജോൺ ഞെടുപ്പിന് ചേർത്ത് പിടിക്കുക, അപ്പൊ ഞെടുപ്പ് പോകില്ല. അല്ല, നിങ്ങൾ കഴിയട്ടെ. ഓക്കെ, സമയം കുറച്ചു. ഒരു മടിയും കൂടാതെ പൊക്കിയിടുന്നത് നോക്കി. സമയം പോലെ stop. കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ പരാജയം സംഭവിച്ചു.
നമ്മുടെ മത്സരത്തിന്റെ ഭാഗമായി രണ്ടാമത് അവസരം. ചുങ്കത്ത് പ്രതീഷ് നാരായണൻ. പ്രതീഷ് നാരായണനെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക്. ചക്ക പാളിപ്പോയത് ഒന്നും സംഭവിച്ചിട്ടില്ല. മത്സരം ആരംഭിക്കുകയാണ്. ചന്ദ്രൻ, ഉഷാകുമാരി, ഷക്കീല വരേണ്ടതാണ്. വനിതകളുടെ മത്സരം ആരംഭിക്കുകയാണ്. ഗ്രീൻ ഫോഴ്സിന്റെ തന്നെ താരമായ ഉഷാകുമാരി. ഉഷാക്കൂടെ പോകട്ടെ. ഉഷ എന്തോ കൊച്ചു വർത്താനം പറഞ്ഞു എന്നോട്. അതാ ഇല്ല വിട്ടിട്ടില്ല കാര്യം. ഒന്ന് കഴിഞ്ഞിട്ട് എടുത്തോണ്ട് പോണം. എടുപ്പടിച്ചോളരുത്. എങ്ങനെ ഇനിയിപ്പോ നമുക്ക് പ്രദർശനം വേണമെങ്കിൽ നമ്മുടെ CTV ചാനലിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഉയർത്താനൊരു പ്രദർശന മത്സരം. റെഡി. കൈയടിച്ചു പൊങ്ങാൻ പോകുന്നു. മരിയ ബേബി ചക്കി കൊടുത്താണല്ലോ. പിടുത്തം മുറുകിയ ഇപ്പൊ പൊങ്ങും. പരിഗണിക്കാം. കാരണം ഇടയ്ക്ക് അവിടെ ചാക്ക് വന്നതുകൊണ്ട് ഞെടുപ്പിടിക്കുന്നത്. ആ ഞെടുപ്പിന്റെ ശക്തി നിങ്ങളെക്കാൾ ശക്തി കൂടുതലാണ്. ആ ചക്കയെ ഇത്രയും കാലം താങ്ങി നിർത്തി ഞെടുപ്പ് അത് ഒടിച്ചത്. ഇതിനാണ് ഉരുട്ടിയിട്ട് പിടിക്കുക കാണിച്ചിട്ടുണ്ടോ? ഇതെന്നെ കുഴപ്പം നിവർത്തിയല്ലോ. പിന്നെ അല്ല ഗാഠാശ്ലേഷണം നടത്തി. തീർച്ചയായിട്ടും ഓട്ടോസ്റ്റാൻഡിൽ ആളുകൾ അതിന് ആവശ്യം വെക്കാം. പിന്നെ നിങ്ങൾക്ക് അവസരമുള്ളൂ. ഞെടുപ്പടിക്കാൻ അത്ര വലിയ ചക്കട തൂങ്ങിടുന്ന അതിന് ഞെടുപ്പിനാലും ബലമൊക്കെ ഉണ്ട്. കൊള്ളാം മുഹമ്മദ് വളരെ പെട്ടെന്ന്
താഴെ കളയല്ലേ. ഇല്ല ഉയർത്തിയില്ല. സ്റ്റാർട്ട് സ്റ്റോപ്പ്. പിന്നല്ല ഇതേ പോകണം. തുള വെച്ചിട്ട് പോകാനല്ല, തലയ്ക്ക് മുകളിൽ പൊക്കി പിടിക്കണം. മത്സരം അവസാനിച്ചു. അവസാന ഘട്ടത്തിൽ നമ്മുടെ ചക്ക പൊളിച്ചുകൊണ്ടാണ് മത്സരം. അപ്പോ നമുക്ക് സഹപ്രവർത്തകരായിട്ട് നമ്മുടെ മത്സരത്തിൽ വിജയിച്ച ജബ്ബാറിനും അതുപോലെ തന്നെ അനുസ്മരിക്കുകയാണ്. ഈ മത്സരത്തിന്റെ വരദാനം നമ്മുടെ എല്ലാം കഴിവുകൾക്ക് അതീതമാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു.